ദുരന്തത്തെ അതിജീവിച്ച മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ ജനങ്ങൾ നേരിടുന്നത് കടുത്ത മാനസിക സമ്മർദ്ദം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ നഷ്ടമായതും അതുവരെ സൂക്ഷിച്ചത് എല്ലാം ഒരു രാത്രി കൊണ്ട് ഇല്ലാതായതും ഇവരുടെ ഉറക്കം കെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ്. വൈഫിൻ്റെ പറയുമ്പോൾ ഒരു വിഷമമാണ്. ചില രാത്രിയൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും, ചില സമയത്തൊക്കെ ഒറ്റയ്ക്കായ പോലെ. ഉറങ്ങിയിട്ട് 126 ദിവസമായി. കാരണം ശരിക്കും ഒരു മണി ശരിക്കും ഒരു 1:30 ആയി കഴിഞ്ഞാൽ നെറ്റുണരും. പിന്നീട് ഞങ്ങൾ ഉറങ്ങാറില്ല. അതിനുവേണ്ടി ഞാൻ ഉറക്കഗുളിക കഴിക്കാറുണ്ട്. കാരണം ഞാനെന്നല്ല, ആ നാട്ടിലെ ഒരു 80% പേരും ഇതുപോലെയുള്ള ജീവിതത്തിലേക്ക്, ദുരന്ത ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഉറക്കിലായിരുന്നു. അവനൊന്നും അറിഞ്ഞിട്ടില്ല. മോന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സലാം പറഞ്ഞ് കിടന്ന കുട്ടിയാണ്. രാവിലെ എണീച്ചപ്പോൾ കൂടെ ഇല്ല. അവനെ ഞാൻ ചേർത്ത് പിടിച്ചിരുന്നു, ടീഷർട്ടിൽ ചേർത്ത് മുറുക്ക പിടിച്ചിരുന്നു. അവനും വെള്ളം അടുത്തേക്ക് എത്തിയപ്പോൾ അവനെന്തോ ചെവിയിൽ അറിഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു ശബ്ദം ഉണ്ടെന്ന് അറിഞ്ഞെന്ന് തോന്നുന്നു. എൻ്റെ അടുത്തേക്ക് കടന്നു. അപ്പം ഞാനും അവൻ്റെ അടുത്തേക്ക് കടന്ന് അവൻ്റെ ടീഷർട്ട് മുറുക്ക പിടിച്ചു. പക്ഷെ വെള്ളം അങ്ങനെ കട്ടിലോടെ കൊണ്ടുപോയപ്പോൾ ഞാനും അങ്ങ് കമിഴ്ന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വിട്ടുപോയി. ഉരുൾ എല്ലാം തുടച്ചെറിഞ്ഞ ആ രാത്രി നഷ്ടമായതാണ് ഈ നാടിന്റെ ഉറക്കം. ഇന്ന് ഇവർക്ക് ഉറങ്ങണമെങ്കിൽ മരുന്നുകളുടെ സഹായം വേണം. വേട്ടയാടുകയാണ് ഓർമ്മകൾ. പ്രിയപ്പെട്ടവരുടെ, പ്രിയങ്കരമായവയുടെ, സ്വന്തം വീടിന്റെ, നാടിന്റെ. ദുരന്തത്തെ അതിജീവിച്ചവർക്ക് ദീർഘകാലത്തേക്ക് മാനസിക പിന്തുണ നൽകേണ്ടതുണ്ടെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. ആ ദുരന്തം ഉണ്ടായ സമയങ്ങളിലാണെങ്കിൽ നമ്മളെല്ലാവരും അവിടെയുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ടൊരു കരുതൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരും തിരക്കുകളിലേക്ക് ആയിപ്പോയ സമയങ്ങളിൽ അവർക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാവാൻ പറ്റുന്നത്. എന്തായാലും കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ ഇനിയും അവർക്കിടയിൽ ആവശ്യമുണ്ട്. നമ്മൾ കാണുന്നതിലും ആഴമുള്ളതാണ് ഈ ദുരന്തം ഇവരിൽ ഏൽപ്പിച്ച മുറിവ്. പുനരധിവാസം, ബാങ്ക് വായ്പ, തൊഴിൽ, ഉപജീവനം തുടങ്ങി നാളെ എന്തെന്നറിയാതെ നിൽക്കുകയാണ് ഈ നാട്. സർക്കാർ പൊള്ളയായ വാക്കുകൾ കൊണ്ട് ഇവരെ ചേർത്ത് പിടിക്കരുത്. അതിവർക്ക് താങ്ങാനാകില്ല. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.